പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങളെ കടന്നു. അതിലേക്ക് RSS വോട്ട് കൊണ്ട് ജയിച്ച MLA ആയ ആളാണ് ഈ പിണറായി വിജയൻ. എന്നിട്ടാണ് വർത്തമാനം പറഞ്ഞത്. 77 RSS പിന്തുണയോടുകൂടി ജയിച്ച MLA ആയ ആളാണ് 77 പിണറായി വിജയൻ. മനസ്സിലായില്ലേ? പിന്നെ 38 പ്രാവശ്യമാണ് എസൻസി ലാവലിംഗ് കേസ് മാറ്റിവെച്ചത്. കേന്ദ്രമായിട്ടുള്ള ബന്ധമല്ലേ? ഇവർക്കെതിരായിട്ടുള്ള എല്ലാ അന്വേഷണവും ഇപ്പോൾ എവിടെ പോയി? കരുവന്നൂർ ED അന്വേഷണം എവിടെ പോയി? ധാരണയായ തൃശ്ശൂർ. ഞങ്ങളെന്തായാലും ഞങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾ എന്താ തൃശ്ശൂർ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടല്ലോ. കോൺഗ്രസ് എന്താ ചെയ്തതെന്ന് കണ്ടല്ലോ. EP ജയരാജൻ പറയാണ് ഒരുപാട് സ്ഥലത്ത് BJP 2ാം സ്ഥാനത്ത് വരുമെന്ന്. EP ജയരാജൻ LDFന്റെ കൺവീനറാണോ NDAയുടെ ചെയർമാനാണോ? മാത്രമല്ല സ്വന്തം പാർട്ടിയെ കുറിച്ച് ഇത്ര മോശമായിട്ട് ജയരാജൻ പറയാമോ? BJP ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം നയിക്കുന്ന LDF ഒരുപാട് അത്രയും സ്ഥലത്ത് 3ാം സ്ഥാനത്ത് വരുമെന്നാണ് അല്ലേ അതിന്റെ അർത്ഥം? അല്ലേ അതിന്റെ അർത്ഥം അതല്ലേ? LDF കൺവീനർ പറയുകയാണ് ഒരുപാട് സ്ഥലത്ത് BJP 2ാം സ്ഥാനത്ത് വരും. അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം കൺവീനർ ആയിരിക്കുന്ന LDF അത്രയും സ്ഥലത്ത് 3ാം സ്ഥാനത്ത് വരും. ഇവരൊന്നും പറയുമ്പോൾ ആലോചിക്കുന്നില്ല, പറയുവാണ്, വായിൽ വരുന്നത് പറയാണ്. പിന്നെ പിണറായി വിജയനെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ BJP ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്നത്. ഇല്ലാത്ത സ്പേസ് BJPക്ക് കേരളത്തിൽ ഉണ്ടാക്കുന്നതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന CPM ആണ്. ഇല്ലാത്ത സ്പേസ് ഉണ്ടാക്കിയാണ്. UDFനെയും കോൺഗ്രസിനെയും ദുർബലപ്പെടുത്താൻ BJPക്ക് ഇല്ലാത്തൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഭയങ്കരമായി. അതാണ് അവരുടെ ലക്ഷ്യം. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ആരോപണം CPM ഉയർത്തി തുടങ്ങിയത്. BJPയെ സഹായിക്കാൻ വേണ്ടിയാണ് വടകരയിലെ സ്ഥാനാർത്ഥി, തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ചില ആരോപണങ്ങൾ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് ഞെട്ടിക്കാണല്ലോ. വടകരയിലെ സ്ഥാനാർത്ഥിയും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയും CPMനും BJPക്കും ഞെട്ടലുണ്ടാക്കി കാണും. അത് ഇലക്ഷൻ കഴിയുമ്പോൾ അത് ഡബിൾ ആയിക്കൊള്ളും ആ ഞെട്ടല്. ഈ കേരളത്തിലെ മുഴുവൻ പേർക്കും അറിയാലോ എന്തുകൊണ്ടാണ് UDFും കോൺഗ്രസും ഈ 3 സ്ഥാനാർത്ഥികളെ ഇട്ടാണ്. ആ 3 സ്ഥാനാർത്ഥികൾ ദുർബലരായ സ്ഥാനാർത്ഥിയാണ്. K മുരളീധരൻ ദുർബലരായ സ്ഥാനാർത്ഥിയാണോ? തൃശ്ശൂര് KC വേണുഗോപാൽ, ആലപ്പുഴയിൽ നിന്ന് 2 പ്രാവശ്യം MPയും അവിടെ നിന്ന് MLA ആയിരുന്ന KC വേണുഗോപാൽ, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഷാഫി പറമ്പിൽ. കേരളത്തിലെ കോൺഗ്രസിന്റെ ട്രംപ് കാർഡാണ്, ഉറപ്പുചീട്ടാണ് ഷാഫി പറമ്പിൽ. ഞാൻ അഭിമാനത്തോടെ പറയാണ്, ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മിടുമിടുകനായ സ്ഥാനാർത്ഥിയാണ്. സംശയം എന്താ? അപ്പൊ അതിന്റെ ആ സ്ഥാനാർത്ഥികളും അപ്പൊ മനസ്സിലായല്ലോ. BJPയുടെ CPMനും മനസ്സിലായല്ലോ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്ന്. ഒരു വിട്ടുവീഴ്ചയില്ല. ഒരു സ്ഥലത്തും BJPയുടെ അക്കൗണ്ട് തുറക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അല്ല അവർക്കത് പറയാം, അത് അവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ധീവര സഭയിൽപ്പെട്ട ഒരാളെ പാർലമെന്റിലേക്ക് ഞങ്ങൾ അയക്കുന്നത്. അതിനു മുമ്പ് കേരളത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് വന്നത്. ഈ പ്രാവശ്യം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവിടെ മാറ്റം ഉണ്ടായത്. അപ്പൊ അതിനുള്ള ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനെ പരിഹരിക്കും. സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. ഇവര് നിഷേധിക്കട്ടെ, അല്ലെന്ന് പറയട്ടെ. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. ബഹ്റ നിശ്ചയിച്ച് ഞങ്ങൾ ആ തെളിവുകൾ ഹാജരാക്കാം. ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കാന്ന്. ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, ഞങ്ങൾ ഹാജരാക്കാം തെളിവുകൾ. അദ്ദേഹം നമ്മുടെയൊക്കെ വലിയ സുഹൃത്താണ്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ CPM പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും തമ്മിലുള്ള ഇടനിലക്കാരനാണ് പല കാര്യങ്ങൾക്ക്. ഇപ്പോഴും പിണറായി വിജയന്റെ അനുമതിയോടുകൂടിയാണ് പത്മജ വേണുഗോപാൽ BJP ചേരാനുള്ള എല്ലാ മിഡിൽമാൻ വർക്കും അദ്ദേഹം ചെയ്തത്. ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇല്ലെങ്കിൽ വെറുതെ റോട്ടിൽ നിൽക്കുന്ന ഒരാളെ കുറിച്ച്, തൂണിച്ചാരിയിരിക്കുന്ന ഒരാളെ കുറിച്ച് ഞങ്ങൾ ആക്ഷേപം പറയേണ്ട ആവശ്യമുണ്ടോ? ലോക്നാഥ് ബെഹ്റയെ വെറുതെ ആകാശത്ത് നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നല്ലോ. ലോക്നാഥ് ബെഹ്റയ്ക്ക് അതിൽ പങ്കുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട്. അത് പിണറായി വിജയന്റെ അറിവോടുകൂടി ചെയ്താണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് പിറ്റേ ദിവസം ഏറ്റവും ആഹ്ലാദം ആർക്കായിരുന്നു? കേരളത്തിൽ ഇവര് BJP ചേർന്നപ്പോൾ ഏറ്റവും ആഹ്ലാദം ആർക്കായിരുന്നു? മുഖ്യമന്ത്രിയുടെ പറഞ്ഞില്ലേ, നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസിന്. അതൊക്കെ പറഞ്ഞിരിക്കുന്നവരൊക്കെ പുറത്തു വരും. കൃത്യമായ സമയത്ത് അത് തരും.
ചിലപ്പോ ഒന്നും കൂടി ചൂടാവട്ടെ. പക്വത ചെയ്ത് നിഷേധിക്കാമോ? വേറെ ആവശ്യമില്ലാതെ നിഷേധിക്കാമോ? അവര് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അവർക്കൊന്നും മറുപടി പറയാൻ ഞങ്ങളില്ല. അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ലോകനാഥ ബെഹ്റ വഴി പോയെന്നുള്ളതല്ലല്ലോ, ഒരാൾ പോയി എന്നുള്ളതല്ലേ ഒരു ഫാക്ട്. അതിന് ഇടനിലക്കാരനായി ഇയാൾ പ്രവർത്തിച്ചു എന്നുള്ളതല്ലേ പ്രശ്നം. അതല്ലേ പ്രശ്നം, മനസ്സിലായില്ലേ? അതല്ലേ പ്രശ്നം. അപ്പൊ എന്നോട് ചോദിച്ചു, ഇപ്പൊ വിശ്വനാഥ മേനോൻ മുൻ ധനകാര്യമന്ത്രി പോയി, അതുകൊണ്ട് ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ബാലഗോപാൽ പോവോ എന്ന് ചോദിക്കണ പോലത്തെ ഒരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലല്ലോ ബാലഗോപാൽ BJP ചേരുമെന്ന്. അതുപോലത്തെ ഒരു ചോദ്യം താങ്കൾ ചോദിച്ചത് തന്നെ. വിശ്വനാഥ മേനോൻ പോയി, MLA പോയി, ഇനി വേറെ MLA മാര് പോവോ? അൽഫോൺസ് കണ്ണന്താനം പോയി, ഇപ്പുറത്ത് ഇവിടെ LDFന്റെ MLA അപ്പുറത്ത് പോയി ഇതായി. ഇനി വേറെ തമാശയും കൂടി ഉണ്ട്. ഇന്നലെ മാത്യു ടി തോമസിന്റെ പ്രസംഗം ചാലക്കുടിയിൽ BJPക്കെതിരെ. ഈ മാത്യു ടി തോമസിന്റെ പാർട്ടി NDAയിലാണ്. NDAയിൽ ഈ പിണറായി വിജയന് ധൈര്യമുണ്ടോ? കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് NDAയിലെ ഘടകകക്ഷിയായ ആ ജനതാദളിനെ പുറത്താക്കാൻ ധൈര്യമുണ്ടോ? ഒരു മന്ത്രി ഈ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുകയാണ്. NDAയിലെ ഘടകകക്ഷി ദേവഗൌഡ പ്രസിഡന്റായിട്ടുള്ള പാർട്ടിയുടെ മന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയിലിരിക്കുകയാണ്. പുറത്താക്കാൻ ധൈര്യമുണ്ടോ? അത് BJP ആയിട്ടുള്ള ധാരണയാണ്. NDAയിലെ ഘടകകക്ഷി ഇവിടെ മന്ത്രിയായിട്ടിരിക്കുക. ആലോചിച്ച് നോക്കി. എന്നിട്ട് വർത്തമാനം പറയണത് പുറത്താക്കാൻ തയ്യാറുണ്ട്. മന്ത്രി കൃഷ്ണൻകുട്ടിയെ പുറത്താക്കാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ? NDAയിലെ ഘടകകക്ഷിയാണ് അവർ മാറിയിട്ടില്ലല്ലോ അതിൻ്റെ അകത്തുനിന്ന്. ദേവഗൌഡ പ്രസിഡന്റായ പാർട്ടിയിലെ സംസ്ഥാന പ്രസിഡന്റാണ് മാത്യു ടി തോമസ്. അതിന്റെ മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി. കേരള ഘടകം LDFനെ പോലെയല്ല, അവർ ഇപ്പോഴും ആ പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്യാണ്. കേരള ഘടകം LDFനും NDAയിൽ നിൽക്കുന്ന അവര് അവിടെ ബാംഗ്ലൂര് NDAയിലുമാണ്. അതാണ് അവര് NDAയിലെ ഘടകകക്ഷിയാണ്. ദേശീയ പാർട്ടിയാണത്. ചെറിയ പാർട്ടിയാണെങ്കിലും ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് നേതൃത്വം കൊടുക്കുന്ന NDAയിലെ ഘടകകക്ഷിയാണ്. ആ NDA ബന്ധം ഉപേക്ഷിക്കുക. അവർ ആ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചില്ലല്ലോ. പിണറായി വിജയന് ധൈര്യമുണ്ട്. പിണറായി വിജയൻ പറയില്ല, കാരണം അത് BJP ആയിട്ടുള്ള ധാരണയാണ്. അവരെ മന്ത്രിസഭയിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് പുറത്താക്കാത്തത്? ഇല്ല, പറയണ്ടേ? നിങ്ങൾക്ക് 10 ദിവസം സമയം തന്നിരിക്കുന്നു. നിങ്ങൾ ആ NDAയിലെ കക്ഷിയായിട്ടുള്ള ആ ജനതാദളിൽ നിന്ന് ബന്ധം വേർപെടുത്തി നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോവാം 10 ദിവസത്തിനകം. പറയാൻ ധൈര്യമുണ്ടോ? എന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. പുറത്തിറക്കി നിന്നിട്ട് എല്ലാത്തിനും സെറ്റിൽമെന്റ് ഉണ്ടാക്കിയ. എവിടെ ED അന്വേഷണം കരുവന്നൂരിലെ? എവിടെ മാസപ്പടി അന്വേഷണം? എവിടെ പോയി? ഇത് നമ്മളിപ്പോ നോക്കുന്നത് എന്താ? ഇന്ത്യയിലെ ലോകസഭയിൽ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചിലപ്പോൾ MLA മാർ മത്സരിക്കും, അതുകൊണ്ട് ചിലപ്പോൾ രാജ്യസഭാംഗങ്ങൾ മത്സരിക്കും, പ്രധാനപ്പെട്ട ആളുകൾ മത്സരിക്കും. ഞങ്ങളിപ്പോ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായിരുന്ന ഭൂപേഷ് ബാഗൽ പാർലമെന്റിലേക്ക് മത്സരിക്കുക, ലോകസഭയിലേക്ക്. ഞങ്ങളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനെയല്ലേ ഒരു പാർട്ടി ചെയ്യേണ്ടത്? അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമം നടത്തുവാണ്. ഞങ്ങൾ സംഘപരിവാർ ഗവൺമെന്റിനെ താഴെ വീഴ്ത്തി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പരമാവധി ലോകസഭ. അപ്പൊ ഞങ്ങളാണ്, കേരളത്തിലെ പാർട്ടിയാണ് പറഞ്ഞത്, ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസിനെ മത്സരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് KC വേണുഗോപാലാണ്. ഞങ്ങളത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയോട് ബന്ധപ്പെട്ടും കോൺഗ്രസ് പ്രസിഡന്റിനെ നേരിട്ട് കണ്ടും ഞങ്ങൾ ആവശ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തെ ഇവിടെ മത്സരിക്കാൻ അനുവദിച്ചത്. ഞങ്ങൾക്ക് അവിടെ നിർത്താൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയ സീറ്റാണ്, ചെറിയ വോട്ടിന് തോറ്റുപോയ സീറ്റാണ്. ആ സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിക്കണ്ടേ ആലപ്പുഴ? അല്ല, അതൊക്കെ രാജ്യസഭയിലൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമ്പോൾ അതിൽ വ്യത്യാസം വരുമല്ലോ. അതൊക്കെ സാധാരണ ഉണ്ടാവുന്നതല്ലേ. എന്തിനാ മന്ത്രിയെ മത്സരിപ്പിക്കണ്ടല്ലോ ഇവിടെ? മന്ത്രി മത്സരിക്കണ്ടല്ലോ, രാധാകൃഷ്ണൻ മത്സരിപ്പിക്കണ്ടല്ലോ. ഇതിനെ മന്ത്രിയെ മത്സരിപ്പിക്കണം. ആ മന്ത്രി അവിടെ തുടർന്നാ പോരെ? രമ്യ ഹരിദാസ് പാർലമെന്റിൽ പോയാൽ പോരെ? മന്ത്രി അവിടെ മന്ത്രിയെ തുടർന്നാ പോരെ? എന്തിനാ മന്ത്രിയെ കൊണ്ട് അവിടെ മത്സരിപ്പിക്കണം? സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ബെഹ്റയുമായി ബന്ധപ്പെട്ട ആരോപണത്തിലടക്കം അദ്ദേഹത്തിന്റെ തുടർ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ബെഹ്റയുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട തെളിവുണ്ട്. ആ തെളിവുകൾ ഇത് ബെഹ്റ നിഷേധിച്ചാൽ ഹാജരാക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ VD സതീശൻ വ്യക്തമാക്കിയത്.